എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരവും പ്രചോദനാത്മകവുമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ്. ഈ കഥ മുഴുവനായി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ലളിതമായി ഞാൻ വിശദീകരിച്ചു തരാം. ശ്രീകാന്ത് ബൊള്ള എന്നു പേരുള്ള ഒരാളുടെ വരികൾ വായിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടും നമുക്ക് തുടങ്ങാം. ഈ ലോകം നിങ്ങളെ നോക്കി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞേക്കാം എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ നിങ്ങൾ തിരികെ ലോകത്തെ നോക്കി എനിക്കെന്തും ചെയ്യാൻ കഴിയുമെന്ന് പറയണം. ഇപ്പോൾ ഈ ശക്തമായ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? സമൂഹം ഒറ്റപ്പെടുത്തിയ ധീരനായ മറ്റൊരു യുവാവിന്റെ കഥയാണ് ഈ അധ്യായം പറയുന്നത്. എന്നിട്ടും അദ്ദേഹം കഠിനാധ്വാനത്തിന്റെയും തന്റെ സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന്റെയും വലിയൊരടയാളമായി മാറി. വരൂ, നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ യാത്രയെക്കുറിച്ചും കൂടുതൽ പഠിക്കാം. നമ്മുടെ കഥയുടെ പേര് എ ഫീനിക്സ് റൈസസ് അഥവാ ഒരു ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ്. ഇത് ട്വിങ്കിൾ ഖന്ന എന്ന പ്രശസ്ത എഴുത്തുകാരിയാണ് എഴുതിയിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ പഠനത്തിൽ വലിയ താൽപ്പര്യമോ കഠിനാധ്വാനമോ ഇല്ലാതിരുന്ന ബബ്ലു കേവട്ട് എന്ന കുട്ടിയെക്കുറിച്ചാണ് ഈ കഥ. എന്നിരുന്നാലും അദ്ദേഹം തന്റെ സയൻസ് ടീച്ചറായ മിസസ് ശർമ്മയെയും അവരുടെ സഹായത്തോടെ താൻ നിർമ്മിച്ച എഗ് ഇൻക്യുബേറ്റർ മെഷീനെയും അഥവാ മുട്ട വിരിയിക്കുന്ന യന്ത്രത്തെയും ഇപ്പോഴും ഓർക്കുന്നു. സങ്കടകരമെന്ന് പറയട്ടെ, ബബ്ലു ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ചു. ഇതവരുടെ ചെറിയ കുടുംബത്തെ പോറ്റാനും സംരക്ഷിക്കാനും വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മയെ വളരെയധികം കഷ്ടപ്പെടുത്തി. ഈ സങ്കടം കാരണം ബബ്ലുവിന് പഠനം ഉപേക്ഷിക്കേണ്ടി വരികയും അമ്മയെ സഹായിക്കാൻ ഒരു ജോലി കണ്ടെത്തുകയും ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ ഉടമയ്ക്ക് ചായ എത്തിക്കുന്ന സഹായിയായി ജോലി ചെയ്യാൻ തുടങ്ങി. സാവധാനം കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം പുതിയ കഴിവുകൾ പഠിക്കുകയും ഒരു വെൽഡറായി മാറുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം ആ പണിശാലയുടെ കടമേറ്റെടുക്കുകയും ബിസിനസ് സ്വന്തമായി നടത്തുകയും അത് ക്രമാനുഗതമായി വളർത്തുകയും ചെയ്തു. പിന്നീട് ജീവിതത്തിൽ ബബ്ലു ഗൗരി എന്നു പേരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹത്തിനു മുൻപ് ഇരു കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒരു തവണ മാത്രമാണ് അവർ തമ്മിൽ കണ്ടിരുന്നത്. ഒരു ദിവസം രാവിലെ ബബ്ലുവിന്റെ അമ്മയും അനിയത്തി ശാലുവും ചായ കുടിക്കുകയായിരുന്നു. ബബ്ലു തന്റെ ഭാര്യ ഗൗരിയെ അന്വേഷിച്ച് പുറകിലെ വരാന്തയിൽ നടന്നു. അവൾ കൈയിലൊരു അഴുക്കുതുണി ഒളിപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ബാത്റൂമിലേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടു. അവളോട് സംസാരിച്ചപ്പോൾ സ്ത്രീകൾ വൃത്തിയുള്ള സാനിറ്ററി നാപ്കിനുകൾക്ക് പകരം ഇത്തരം അഴുക്കു തുണികളാണ് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞു. അന്ന് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് മടങ്ങിവരുമ്പോൾ ബബ്ലു ഗൗരിക്കായി ഒരു സർപ്രൈസ് സമ്മാനം വാങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ചെറിയ കടയിൽ പോയി അവിടെ കടക്കാരൻ ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ പഴയ പത്രക്കടലാസിൽ പൊതിഞ്ഞു നൽകി. അമിതമായ അല്ലെങ്കിൽ വളരെ ഉയർന്ന വില കണ്ട് ബബ്ലു ശരിക്കും ഞെട്ടിപ്പോയി. എങ്കിലും അദ്ദേഹം 40 രൂപ കടക്കാരന് നൽകി. അദ്ദേഹം ആ പാക്കറ്റ് തുറന്ന് പാഡിലേക്ക് വളരെ സൂക്ഷിച്ചു നോക്കി. നേർത്ത വല പോലെയുള്ള തുണികൊണ്ട് പൊതിഞ്ഞ വെറും പഞ്ഞി പോലെയാണത് കണ്ടപ്പോൾ തോന്നിയത്. അതിന്റെ ഭാരം മോഹിക്കാനായി അദ്ദേഹം അത് കയ്യിൽ വെച്ചു നോക്കി. ഏകദേശം 10 ഗ്രാം ഭാരം വരുമെന്ന് അദ്ദേഹം കരുതി. ബബ്ലുവിന്റെ പിതാവ് പഞ്ഞി നൂലുകൾ കൊണ്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് 10 ഗ്രാം പഞ്ഞിക്ക് 10 പൈസ പോലും വില വരില്ലെന്ന് ബബ്ലുവിന് അറിയാമായിരുന്നു. എന്നാൽ ഒരു പാഡിന് കടക്കാരൻ തന്നിൽ നിന്ന് 4 രൂപയാണ് ഈടാക്കിയത്. അദ്ദേഹം ആ പാഡ് പാക്കറ്റിൽ തിരികെ വെച്ച് രഹസ്യമായി ഗൗരിക്ക് നൽകാനായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ സമ്മാനം കണ്ടപ്പോൾ ഗൗരിക്ക് ഒട്ടും സന്തോഷം തോന്നിയില്ല. അവളും ശാലുവും എല്ലാ മാസവും ഇത്രയും വിലകൂടിയ പാക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങിയാൽ അവർക്ക് ഭക്ഷണത്തിന് പണം തികയില്ല എന്നവൾ പറഞ്ഞു. പാലിനു പുറമെ തൈരും നെയ്യും പോലുള്ള പോഷകാഹാരങ്ങൾ വാങ്ങാൻ പോലും പണമുണ്ടാവില്ല എന്ന് അവൾ പറഞ്ഞു. വളരെ സങ്കടത്തോടും നിരാശയോടും കൂടി ബബ്ലു അവളെ നോക്കി. എന്നാൽ ആ നിമിഷം തന്നെ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ അദ്ദേഹം ഉറച്ച തീരുമാനിച്ചു. മുന്നോട്ടു പോകുമ്പോൾ ബബ്ലു തന്റെ ബാഗിൽ നിന്ന് ഒരു കത്രിക, സൂചി, നൂല്, പഞ്ഞി, തുണി എന്നിവ പുറത്തെടുത്തു. ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് പരത്തുന്നതുപോലെ ബബ്ലു പഞ്ഞി കൈകൾക്കിടയിൽ വെച്ച് അമർത്തി പരത്തി. ഒരു തവണ സാനിറ്ററി നാപ്കിൻ തൊട്ടുനോക്കി 24 മണിക്കൂറിനുള്ളിൽ ബബ്ലു സ്വന്തമായി ഒരു പാഡ് വിജയകരമായി നിർമ്മിച്ചു. എങ്കിലും വലിയ ബ്രാൻഡുകൾ എന്തൊക്കെ പ്രത്യേക വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ അദ്ദേഹം നിർമ്മിച്ച പാഡ് അത്ര പ്രയോജനപ്പെട്ടില്ല. മാസങ്ങൾ കടന്നുപോയി.
മികച്ച പാഡുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനായി ബബ്ലു പലതരത്തിലുള്ള പഞ്ഞികളും മറ്റു വസ്തുക്കളും ശേഖരിച്ചു. യഥാർത്ഥ പാഡുകൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ മിക്ക സ്ത്രീകളും അഴുക്കു തുണികളാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു. മറ്റാരും ഈ ഗൗരവമായ പ്രശ്നത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല. അദ്ദേഹത്തിന്റെ പരിസരത്ത് ഓടിക്കളിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ബബ്ലു നോക്കി. ഒരു ജോഡി ചെരുപ്പ് പോലും വാങ്ങാൻ കഴിയാത്തവർ എങ്ങനെയാണ് എല്ലാ മാസവും സാനിറ്ററി പാഡുകൾ വാങ്ങുക എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്നാൽ ബബ്ലുവിന്റെ ഈ അമിതമായ ശ്രദ്ധയും പരീക്ഷണങ്ങളോടുള്ള ഭ്രാന്തും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങി. സ്ത്രീകളുടെ ശാരീരിക ചക്രങ്ങളിലുള്ള ഈ അശുദ്ധമായ താൽപര്യത്തിന് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് പറഞ്ഞ് അമ്മ അദ്ദേഹത്തോട് ഇത് നിർത്താൻ അപേക്ഷിച്ചു. ഗ്രാമവാസികളും ഇതറിഞ്ഞു. അവർ കുടുംബത്തെ കളിയാക്കാനും ദേഷ്യത്തോടെ നോക്കാനും തുടങ്ങി. തന്റെ പ്രധാനപ്പെട്ട ജോലി നിർത്തുന്നതിനെക്കുറിച്ചോർത്തപ്പോൾ ബബ്ലുവിന് വലിയ വിഷമം തോന്നി. അതുകൊണ്ട് മറ്റു സ്ത്രീകളോട് ചോദിക്കുന്നതിന് പകരം പാഡ് സ്വന്തം ശരീരത്തിൽ പരീക്ഷിക്കാൻ അദ്ദേഹം ഒരു ബുദ്ധിപരമായ മാർഗം കണ്ടെത്തി. ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ അദ്ദേഹം കുറച്ച് മൃഗരക്തം ശേഖരിച്ച് ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് പാഡ് ധരിച്ച് സ്വയം പരിശോധിച്ചു. ഒരു ദിവസം അയൽവാസിയായ പാരുലിന്റെ മകൾ ലത അവിചാരിതമായി അദ്ദേഹം ഇത് ചെയ്യുന്നത് കണ്ടു. തൊട്ടടുത്ത ദിവസം തന്നെ ആ ചെറിയ പട്ടണത്തിൽ പലതരത്തിലുള്ള മോശം കിംവദന്തികളും കള്ളക്കഥകളും പ്രചരിച്ചു. ഈ വലിയ അപമാനം സഹിക്കാൻ കഴിയാതെ ബബ്ലുവിന്റെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി. ഈ ഭ്രാന്ത് നിർത്തുമ്പോൾ മാത്രമേ താൻ മടങ്ങുകയുള്ളൂ എന്നവൾ ഉറപ്പിച്ചു. വൈകാതെ അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തെ തനിച്ചാക്കി പോയി. സാനിറ്ററി പാഡ് പ്രോജക്റ്റിനു പിന്നാലെ പോയതുകൊണ്ട് ബബ്ലുവിന് തന്റെ ഭാര്യയെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതം മുഴുവൻ തകർന്നുപോയ ഒരു സാധാരണ വെൽഡർ മാത്രമായിരുന്നു അദ്ദേഹം. ഇതെല്ലാം സംഭവിച്ചത് തന്റെ ഭാര്യയ്ക്ക് കരുതലുള്ള ഒരു സമ്മാനം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. അത് തന്റെ ഗ്രാമത്തിലെയും ലോകമെമ്പാടുമുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും വേണ്ടിയുള്ള മനോഹരമായ ഒരു സമ്മാനമായി മാറേണ്ടതായിരുന്നു. എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ് എന്ന വലിയ പുസ്തകത്തിൽ നിന്നുള്ള ഈ മനോഹര കഥ. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാക്കി കഥ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ബബ്ലുവിന്റെ അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയണോ? ഇതാ അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഥ. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ മനോഹരമായി വിവരിക്കുന്നു. ഇന്ത്യയുടെ പാഡ്മാൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ അരുണാചലം മുരുകാനന്ദത്തിന്റെ ഒരു പ്രത്യേക അഭിമുഖമാണിത്. ട്വിങ്കിൾ ഖന്നയുടെ കഥയിലെ ബബ്ലു എന്ന കഥാപാത്രത്തിന് പിന്നിലെ യഥാർത്ഥ വ്യക്തി ഇദ്ദേഹമാണ്. ഇന്ത്യൻ വേഷം ധരിച്ച മനോഹരമായൊരു സ്ത്രീയായ ട്വിങ്കിൾ ഖന്ന മുരുകാനന്ദത്തെ അഭിവാദ്യം ചെയ്യുകയും തങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് നന്ദി പറയുകയും ചെയ്യുന്നു. 4 നൂറ്റാണ്ടായി, അതായത് 25 വർഷമായി അദ്ദേഹം വില കുറഞ്ഞ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് അഭിമുഖം നടത്തുന്നയാൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളെക്കുറിച്ചും സമൂഹത്തിന് നന്മ ചെയ്യാൻ ആരെങ്കിലും അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ എന്നും അവർ ചോദിക്കുന്നു. മുരുകാനന്ദം തന്റെ സുഹൃത്തുക്കൾക്ക് പ്രഭാതവന്ദനം നേർന്നുകൊണ്ട് തന്റെ കഥ തുടക്കം മുതൽ പറഞ്ഞു തുടങ്ങുന്നു. തന്റെ അച്ഛൻ ഒരു കൈത്തറി നെയ്ത്തുകാരനായിരുന്നു എന്നദ്ദേഹം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ അച്ഛൻ അപ്രതീക്ഷിതമായി മരിച്ചു. അതിനാൽ അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു. അമ്മ ഒരു കൃഷിസ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ കുടുംബം മുന്നോട്ടു കൊണ്ടുപോകാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. 2 പെൺമക്കളെയും ഒരു മകനെയും അവർക്ക് ധൈര്യപൂർവ്വം സംരക്ഷിക്കേണ്ടി വന്നു. തന്റെ മകൻ ഒരു എഞ്ചിനീയറാകണമെന്ന് അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കോളേജിൽ പഠിപ്പിക്കാൻ പണമില്ലാത്തതിനാൽ ഒരു കൊച്ചു പയ്യനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറേണ്ടി വന്നു. 21 വയസ്സായപ്പോൾ അദ്ദേഹം വിവാഹിതനായി. അപ്പോഴാണ് തന്റെ ഭാര്യ ശാന്തി ആർത്തവ സമയത്ത് വൃത്തിയുള്ള നാപ്കിനുകൾക്ക് പകരം പഴയ അഴുക്കു തുണികളാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഈ കണ്ടെത്തൽ സ്ത്രീകളുടെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇത് വില കുറഞ്ഞ നാപ്കിനുകൾ നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയ ഗവേഷണത്തിന് തുടക്കമിട്ടു. ശരിയായ വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി അദ്ദേഹം ചെലവഴിച്ച വർഷങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ അഭിമുഖം നടത്തുന്നയാൾ ആവശ്യപ്പെടുന്നു. തന്റെ അച്ഛൻ ഒരു നെയ്ത്തുകാരനായതിനാൽ തനിക്ക് പഞ്ഞിയെക്കുറിച്ച് അറിയാമായിരുന്നു. പലതരത്തിലുള്ള പഞ്ഞികൾ ഉപയോഗിച്ചു നോക്കിയെന്നും മുരുകാനന്ദം വിശദീകരിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യകാല പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു. ആ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കടുത്ത വിലക്ക് അഥവാ നിഷിദ്ധമായ കാര്യമായിരുന്നു. ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം കാരണം സമൂഹവും സ്വന്തം കുടുംബവും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉപേക്ഷിച്ചില്ല.
പ്രശസ്തമായ ബ്രാൻഡുകൾ അവരുടെ മൃദുലമായ നാപ്കിനുകൾക്കായി ഏത് തരം പഞ്ഞിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് 2 വർഷ പരിശ്രമം വേണ്ടിവന്നു. വിതരണക്കാർ അദ്ദേഹത്തിന് സാമ്പിളുകൾ അയച്ചുകൊടുത്തപ്പോൾ അതിൽ നിന്ന് എങ്ങനെ മൃദുവായ സെല്ലുലോസ് ഉണ്ടാക്കാം എന്ന് അദ്ദേഹം ദിവസങ്ങളോളം ആലോചിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വളർത്തുനായ അവിചാരിതമായി ആ സാമ്പിൾ കാർഡ് തന്റെ നഖങ്ങൾ കൊണ്ട് മാന്തിക്കീറി. ഇതിലൂടെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന പഞ്ഞി പോലുള്ള മൃദുലമായ പദാർത്ഥം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ആകസ്മിക സംഭവം ഡീഫൈബ്രേഷൻ അഥവാ നാരുകൾ വേർപെടുത്തുന്ന പ്രക്രിയയെക്കുറിച്ചുള്ള വലിയ ചിന്ത അദ്ദേഹത്തിന് നൽകി. ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് കൂടുതൽ കാര്യക്ഷമമായ മെഷീനുകളാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നടുത്തതായി അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. സാനിറ്ററി പാഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലിയ മെഷീനുകൾക്ക് ആ കാലത്ത് കോടികളൊക്കെ രൂപ വിലയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ആ മെഷീനുകളുടെ വില കുറഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് വില കുറഞ്ഞ പാഡുകൾ ലഭിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന മെഷീനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് വലിയ പരിശീലനം കൂടാതെ തന്നെ സാധാരണക്കാർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വില കുറഞ്ഞ മെഷീനുകൾ അദ്ദേഹം നിർമ്മിച്ചു. നാരുകൾ വേർപെടുത്തുന്നതിനും അവയെ അമർത്തുന്നതിനും രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം 3 വ്യത്യസ്ത മെഷീനുകൾ രൂപകൽപ്പന ചെയ്തു. യഥാർത്ഥത്തിലുള്ള നവീകരണത്തിന് തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്ന രീതി മാത്രമേ താൻ ശുപാർശ ചെയ്യുന്നുള്ളൂ എന്ന് അദ്ദേഹം എല്ലാവരോടും പറയുന്നു. പ്രശസ്തമായ ബ്രാൻഡുകൾ അദ്ദേഹത്തിന്റെ മെഷീനുകൾ വാങ്ങാൻ വലിയ തുക വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടോ എന്ന അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ലഭിക്കാൻ 13 വർഷമെടുത്തു എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ഒടുവിൽ പേറ്റന്റ് ലഭിച്ചപ്പോൾ അതാർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം പൊതുജനത്തിനായി വിട്ടുകൊടുത്തു. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് സബ്സിഡി നിരക്കിലാണ് അദ്ദേഹം മെഷീനുകൾ നൽകുന്നത്. തന്റെ ലാഭം ജനങ്ങളുടെ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം, മനുഷ്യന്റെ അത്യാഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാകരുത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു ബിസിനസിന്റെ യഥാർത്ഥ വിജയം പണമുണ്ടാക്കുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നതിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകളെയും സ്ത്രീ സ്വയം സഹായ സംഘങ്ങളെയും ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. ഇന്ത്യയെ പൂർണ്ണമായും മാറ്റാൻ സ്ത്രീകൾക്ക് ശക്തിയുണ്ടെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഗാന്ധിജിയുടെ ജ്ഞാനത്തെയും സമാധാനപരമായ പാതയെയും അദ്ദേഹം സന്തോഷത്തോടെ പിന്തുടരുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾക്കായി 10 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ വീടുകളിലും 100% ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാട്. ഇതിന് സ്ത്രീകളെ ശക്തരാക്കാൻ സ്ത്രീകളുടെ തന്നെ ശക്തി ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. അദ്ദേഹത്തിന്റെ ഈ വലിയ ദൗത്യത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനം: ബോധവൽക്കരണം അഥവാ അവെയർനെസ്, ലഭ്യത അഥവാ അവൈലബിലിറ്റി, താങ്ങാനാവുന്ന വില അഥവാ അഫോർഡബിലിറ്റി. ഇതായത്, ജനങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇത് എളുപ്പത്തിൽ കണ്ടെത്തണം, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങണം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് യഥാർത്ഥ അവബോധം സൃഷ്ടിക്കാൻ സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളോട് നന്നായി ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. തന്റെ പ്രോഡക്റ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റീറ്റെയിൽ എന്ന വാക്കിനു പകരം ഡീറ്റെയിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ അദ്ദേഹം എന്തുകൊണ്ടാണ് താൽപ്പര്യപ്പെടുന്നത് എന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. വലിയ വിൽപ്പനയെ ഉപരി നല്ലൊരു മാറ്റമുണ്ടാക്കുന്നതിലാണ് താൻ ശ്രദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. സമൂഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്ന ബിസിനസ്സുകൾ എപ്പോഴും അവ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ശുചിത്വത്തെക്കുറിച്ച് ഓരോ ഉപഭോക്താവിനോടും വളരെ വിശദമായി സംസാരിക്കാൻ സ്ത്രീകളുടെ ഗ്രൂപ്പുകളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അവരുടെ യഥാർത്ഥ ലക്ഷ്യം വിൽപ്പന കൂട്ടുകയല്ല, മറിച്ച് അറിവ് വർദ്ധിപ്പിക്കുകയാണ്. ഇതുവരെ അവർ 1363 പ്രാദേശിക ബ്രാൻഡുകൾ നിർമ്മിച്ചും വലിയ തുക വരുമാനം നേടിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ നൽകുന്നതും അവബോധം വളർത്തുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാരണത്താൽ അദ്ദേഹം എല്ലാ അധ്യാപകരെയും ബഹുമാനത്തോടെ വണങ്ങുന്നു. കാരണം അവർ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നവരാണ്. സർക്കാരോ നയരൂപീകരണം നടത്തുന്നവരോ അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങളെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. IIT മദ്രാസ് അദ്ദേഹത്തെ ഗ്രാസ് റൂട്ട് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് അവാർഡ് അഥവാ സാധാരണക്കാരുടെ സാങ്കേതിക കണ്ടുപിടുത്തത്തിനുള്ള പുരസ്കാരം നൽകി എന്നും അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റെടുത്തുവെന്നും അദ്ദേഹം അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്നു. കൂടാതെ ഭാരത സർക്കാർ 2016 അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യൻ പാർലമെന്റ് പോലും സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സാനിറ്ററി നാപ്കിനുകളുടെ GST നികുതി ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ ഈ വലിയ പുരസ്കാരങ്ങളെക്കാളെല്ലാം ഉപരി തന്റെ പ്രിയപ്പെട്ട കുടുംബം ഒടുവിൽ തന്റെ അടുത്തേക്ക് തിരിച്ചുവന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം കരുതുന്നു.
അവസാനമായി നമ്മുടെ നാട്ടിലെ യുവ വിദ്യാർത്ഥികൾക്കും കണ്ടുപിടുത്തക്കാർക്കും നൽകാനുള്ള സന്ദേശം എന്താണെന്ന് അഭിമുഖം നടത്തുന്നയാൾ ചോദിക്കുന്നു. വിദ്യാഭ്യാസം നമ്മെ ശക്തരാക്കും എന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് പറയുന്നു. എങ്കിലും പഠനം കഴിഞ്ഞാൽ ഒരു ജോലിക്കായി നമ്മൾ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടതില്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പകരം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് മികച്ച പരിഹാരങ്ങൾ കണ്ടെത്താനും നമുക്കും മറ്റുള്ളവർക്കുമായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കണം. ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും അറിവും നിക്ഷിപ്തമാണ്. ഓരോ പ്രശ്നത്തെയും ഒരു സുവർണ അവസരമാക്കാൻ അദ്ദേഹം യുവാക്കളോട് ആവശ്യപ്പെടുന്നു. അവർ ഒരു മികച്ച പരിഹാരമോ പുതിയ കണ്ടുപിടുത്തമോ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പ്രശ്നപരിഹാരകരും സാമൂഹിക ബിസിനസ് നേതാക്കളുമായി മാറുന്നതിലൂടെ അവർക്ക് ലോകത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതവും അറിവും വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമാകുമെന്ന് പറഞ്ഞ് അഭിമുഖം നന്ദി പറയുന്നു. ഓൺലൈൻ ഫോർ കേരള, ഓഫ്ലൈൻ ഫോർ പാലക്കാട്. Join us today.